ചക്ക ബിരിയാണിക്ക് ശേഷം അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നു പനീർ ബിരിയാണി. ശരിക്കും ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. വീട്ടിലൊരു സാധാരണ ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു റെസിപ്പി ഷെയർ ചെയ്താലോ എന്ന്. അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു തട്ടിക്കൂട്ട് വീഡിയോ മാത്രമാണ്. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ റെസിപ്പി പറയാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു കുക്കറോ പാനോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും വഴറ്റി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണമായിരുന്നു. കുറച്ച് മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക കുറച്ച് എണ്ണയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സവാള വഴറ്റി വെച്ചില്ലേ, അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും, ഇത് രണ്ടുമാണ് ശരിക്കും ബിരിയാണിയുടെ ഫ്ലേവർ വരുത്തുന്നത് കേട്ടോ. നിങ്ങൾ ഹൈദരാബാദി സ്റ്റൈലാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് രണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലാസ് ആഡ് ചെയ്യണം. അതിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ തൽക്കാലം അത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാല ആഡ് ചെയ്യാം, പിന്നെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പനീർ ഓൾറെഡി കുക്ക്ഡായി, നമ്മളൊന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നെയ്യിലോ എണ്ണയിലോ ഒന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത പനീറാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈഡ് അണിയൻസ് ഇട്ട് കൊടുക്കുക. എണ്ണയിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത ഒണിയൻസാണ്, നല്ല ഫ്ലേവറാണ് ഇതിന്. അപ്പം അതും കൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്ന് എക്സ്ട്രാ ഒന്ന് കൂട്ടുന്നത്. അപ്പോൾ ജീരകപ്പൊടി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പോൾ വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൈക്കണക്കാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള പൊടികളാണ് നിങ്ങൾ ആഡ് ചെയ്യുക. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ കുറച്ച് തൈരും, 2 സ്പൂൺ തൈരും, ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസോ ലെമൺ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞതോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമുളകും എല്ലാ റോ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മതി, 70 to 80% റൈസ് കുക്കായാൽ മതി. ഇനി നമ്മുടെ കറി ബേസിലേക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം, ദം ചെയ്യാം. അപ്പോഴത്തേക്കും റൈസ് ഫുള്ളായിട്ട് വെന്തോളും. പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടോപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ലെമൺ എടുത്ത് മാറ്റാൻ മറക്കരുത് കേട്ടോ. ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. ലെമൺ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റൈസ് കുക്കായി കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് മാറ്റുക. മാക്സിമം ലെമൺ ജ്യൂസ് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ നമുക്കിത് സെർവ് ചെയ്ത് എടുക്കാം. നമ്മുടെ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ പനീർ ബിരിയാണി ട്രൈ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്.